ശബരിമലയിൽ 1998 UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണം അതിപ്പോൾ എത്ര ബാക്കിയുണ്ട് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണം. ശബരിമലയിൽ കാരണം 40 വർഷം വാറണ്ടി ഉള്ളതാണ് 2019 കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ പാളികൾ അവിടെ ദ്വാരപാലക ശില്പവും കവാടവുമെല്ലാം 39-40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തിയത്. അത് ഹൈക്കോടതി വിധിയിൽ തന്നെയുണ്ട്. 40ഓളം ദിവസം ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ സാധനങ്ങൾ എവിടെയായിരുന്നു? അത് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടുപോയി പൂജ നടത്തി പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു? ശബരിമലയിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ 40 ദിവസം എടുത്തു എന്നുള്ള ഹൈക്കോടതി വിധിയിലെ കാര്യങ്ങൾ തന്നെ വളരെ ദുരൂഹത നിറഞ്ഞതാണ്. ആ സമയത്ത് ഇവർ പാരലായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കിയായിരുന്നു. മദ്രാസിലെ ഏജൻസി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല, ചെമ്പുപാളി മാത്രമേ എത്തിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി ചെമ്പുപാളി മാത്രമാണ് ചെന്നൈയിൽ എത്തിച്ചത് എന്ന് വ്യക്തമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഞങ്ങൾ നിരന്തരമായി ചോദിച്ചിട്ടും ഒരു മറുപടിയില്ല. സ്പോൺസറാണെന്ന് പറയാം. 2019 കൊണ്ടുപോയ കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഫൈൻഡിങ് ഉണ്ട്. ദേവസ്വത്തിൻ്റെ തന്നെ കയ്യിൽ ആ രേഖയുണ്ട്. അത് മൂടി വെച്ചു, പുറത്തറിയിക്കാതെ മൂടി വെച്ചതിൻ്റെ അർത്ഥം അതിൻ്റെ ഷെയർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ ഇടനിലക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വച്ചിരിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡിലും സർക്കാരിലും ഇരുന്ന ആളുകൾക്ക് അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്, അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അത് പുറത്തു വരാതെ അത് മൂടി വെച്ചത്. അപ്പോൾ അന്ന് 2019 പൂശാൻ കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ടും എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതേ ആളെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത്? 2019 പൂശിയത് 2024, 25 വീണ്ടും എന്തിനാണ് പൂശുന്നത്? അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. ഇപ്പോൾ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട്, സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഫൈൻഡിങ് ഉള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി. ആ കത്ത് നിങ്ങൾ വായിക്കണം. ആ കത്ത് വായിച്ചാൽ, ഇയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വായിച്ചാൽ വാറണ്ടിയുള്ള കാര്യത്തിൽ മാത്രമല്ല ക്ഷണിച്ചേക്കണത്, മൊത്തം കാര്യങ്ങൾക്ക് അയാളുടെ ക്ഷണം, അയാളുടെ അഭ്യർത്ഥന അയാളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൊത്തം കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു, സ്വർണം ദേവസ്വം ബോർഡിൻ്റെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വയ്ക്കുകയും ആരും അറിയാതെ വയ്ക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് ഒളിച്ചു വെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തു വിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിൽ ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം, CBI അന്വേഷിക്കണം. കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിൻ്റെ പരിധി നിൽക്കില്ല, ഇവിടുത്തെ പോലീസിൽ ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസായതുകൊണ്ട് ഈ 2 ദേവസ്വം മന്ത്രിമാർക്കും, പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ UDF അതിശക്തമായ പ്രക്ഷോഭണത്തിലേക്ക് വരും.